ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. ഞണ്ട് കറി നമ്മളെല്ലാം സാധാരണ വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് പച്ചക്കറിയാണ് ചേർക്കുന്നത്. അത് വേണ്ട സാധനങ്ങൾ കത്തിരിക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, സവാള. ഞണ്ടെല്ലാം വൃത്തിയായിട്ട് മുറിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം പരുവത്തിന് തക്കാളി, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തു. അതിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് നല്ല ചതച്ചെടുക്കുകയാണ്. ചതയ്ക്കുന്നതിൽ കൂടുതൽ ഇച്ചിരി പരുവത്തിൽ വേണമെങ്കിൽ ജാറിലിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുത്തി ചതയ്ക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് ഒന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വാട്ടിയെടുക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നു. ആ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നുള്ള പ്രത്യേകം പറഞ്ഞാൽ കത്തിരിക്കയും വഴുതനങ്ങ പിന്നെ തേങ്ങയാണ് നമ്മൾ ചെയ്യുന്നത്. തേങ്ങ നമ്മൾ ചിരകിയെടുത്ത് തേങ്ങ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വറുത്തെടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കുരുമുളക് പൊടി ചേർക്കുകയാണ്. ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് എത്ര വെള്ളം കൂടുതലാക്കി ചേർത്താലും ഈ കറി ചൂടാറി വരുമ്പോൾ നല്ല കുറുകി വരും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളി ഇടുന്നുണ്ട്. പുളി ഇപ്പൊ ഇടണമെന്നില്ല, ജാറിൽ അരയ്ക്കുമ്പോൾ ഇട്ടാലും മതി. പിന്നെ മറന്നു പോകുന്ന സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പുളി നമ്മൾ അതിന്റെ കൂട്ടത്തിന് ചേർക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ അത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള സാധനം കത്തിരിക്ക, ഉരുളക്കിഴങ്ങ് അത് രണ്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാനാണ് കുറച്ച് വെള്ളം ചേർത്തത്. പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മളൊന്ന് എല്ലാം നടുക്ക് കൂട്ടി വെക്കുകയാണ്. നടുക്കരുത്, ഫുള്ള് ഇളക്കി ഇടുന്നില്ല, കാരണം അടിക്ക് പിടിക്കണ്ട, അത് ചേച്ചിട്ടുണ്ട്. അത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് വേവാൻ താമസമുള്ളതിനകത്ത്. അത് വെന്തോ നോക്കുകയാണ്. വെന്തോ നോക്കി കഴിഞ്ഞാൽ വെന്താൽ നമുക്ക് അവിടെ തന്നെ അടുത്ത പരിപാടി തുടങ്ങാം. വെന്തിട്ടില്ല, മുക്കാൽ ഭാഗം വേവ് കിട്ടി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്ത് ആയിട്ടുണ്ട്. മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്ത് ഞണ്ട് അതിലേക്ക് ചേർക്കുകയാണ്. ഞണ്ട് ചേർത്തെടുത്ത് ഒന്ന് നല്ല വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുക്കുന്നതിന് മുന്നേ കുറച്ച് മല്ലിപ്പൊടി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊന്നും ഞാൻ അളവ് പറയില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പരുവത്തിന് നിങ്ങൾ ചേർക്കണം. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന സാധനം ചൂടാറിയതിനു ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ്. പേസ്റ്റ് പരുവത്തിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ടും ഉരുളക്കിഴങ്ങും കത്തിരിക്കയും ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അതിലെല്ലാം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർക്കുക. വെന്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവൂ. അരപ്പ് വേഗം പിടിച്ചോളും. പക്ഷെ അല്ലെങ്കിൽ അതിനുള്ളിൽ ചേർക്കുകയും അതിന് മുന്നേ ചേർക്കുകയാണെങ്കിൽ ഇത് വേവാൻ കുറച്ച് പ്രയാസമാണ്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇതിന്റെ കറിയുടെ ചൂടാറി കഴിയുമ്പോൾ ഇത് വീണ്ടും നല്ല കട്ടിയായിട്ട് വരും. ഇപ്പൊ തന്നെ കുറച്ച് കട്ടിയിലാണ്. ആവശ്യമുള്ള ഉപ്പ് വീണ്ടും ചേർക്കുന്നു. ആ വെള്ളം വീണ്ടും ഒഴിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്കാണ് എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം. അത് അടച്ചു വെച്ച് വേവിക്കാണ്. തിളച്ചിട്ടുണ്ട് കറി. തിളച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വരട്ടുമ്പോൾ കറിവേപ്പില ഇട്ടിരുന്നു. പിന്നെ ഇപ്പൊ വാങ്ങാനായി പോയിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കുക. കമന്റ് ബോക്സിൽ വിവരം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. എല്ലാ ഫ്രണ്ട്സിനും നന്ദി.